പദത്തിൻ്റെ പദത്തിൽ കലാമണ്ഡലം ഹൈദരലി. കലാമണ്ഡലം ഹൈദരലിയുടെ മഞ്ജുതരം എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് പദത്തിൻ്റെ പദത്തിൽ. ഹൈദരലിയെ പറ്റി പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് ഓട്ടുപാറയിൽ ജനിച്ചു. ഇസ്ലാം സമുദായത്തിൽ കഥകളി സംഗീതത്തിൽ ആദ്യമായി ബിരുദം നേടിയ വ്യക്തി കൂടിയാണ് ഹൈദരലി. ഈ പാഠഭാഗത്തിൽ ഹൈദരലിയുടെ ചെറുപ്പകാലവും പിന്നീട് കലാമണ്ഡലത്തിൽ ചേരാനുള്ള സാഹചര്യവും കലാമണ്ഡലത്തിൽ ചേർന്നതിനു ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളുമാണ് പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹൈദരലിയുടെ ബാപ്പ മൊയ്തൂട്ടി, ഉമ്മ പാത്തുമ്മ. ഇവർക്ക് രണ്ടുപേർക്കും വയസ്സാം കാലത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ കുട്ടിയാണ് ഹൈദരലി. ഇതിനെപ്പറ്റി നാട്ടുകാർ പലതും പറഞ്ഞ് കളിയാക്കുന്നതുകൊണ്ട് സ്വന്തം വീട്ടിലായിരുന്നു ഉമ്മ താമസിച്ചിരുന്നത്. പിന്നീട് ഉമ്മ പ്രസവിച്ചതാണെങ്കിൽ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഒരു വികൃത രൂപത്തിൽ ഉള്ള ഒരു കുഞ്ഞിനെ എന്നാണ് പറയുന്നത്. എങ്കിലും പടച്ചോൻ തരുന്നതല്ലേ എന്ന വിശ്വാസത്തിൽ ഹൈദരലിയെ ബാപ്പ നന്നായി സ്നേഹിച്ചിരുന്നു. പക്ഷേ 5 വയസ്സ് വരെയേ ആ സ്നേഹം ലഭിച്ചിട്ടുള്ളൂ. കാരണം 5 വയസ്സായപ്പോഴേക്കും ബാപ്പ മരണപ്പെട്ടു. അന്നത്തെ കാലത്തെ സിനിമാ പാട്ടുകൾ പാടിക്കൊടുത്തിട്ടാണ് അദ്ദേഹം തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലായിരുന്നു ഹൈദറിന് നൽകാനായിട്ട്. ഹൈദരലി 4ാം ക്ലാസ് എത്തിയപ്പോഴേക്കും സ്കൂൾ ജീവിതം അവസാനിച്ച് കലാമണ്ഡലത്തിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ ബാക്കിയുള്ള പഠന കാലയളവ് മുഴുവൻ കലാമണ്ഡലത്തിലായിരുന്നു. കലാമണ്ഡലത്തിൽ ചേരാൻ കാരണമായത് ഒരു ലളിതഗാന മത്സര ഫലവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയിരിക്കെ കലാമണ്ഡലത്തിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ എടുക്കുന്ന കാലമായി. അതായത് പാടുന്നവരുണ്ട്, കൊട്ടുന്നവരുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളിലേക്ക് എടുക്കുന്ന സമയമായപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ശിവരാമൻ നായർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തത്. ആരാണ് ഇതിനു വേണ്ടി അപേക്ഷിച്ചതെന്നും എപ്പോഴാണ് കാർഡ് വന്നതെന്നൊന്നും അറിയില്ല. മാത്രവുമല്ല കഥകളി എന്താണെന്ന് പോലും ഹൈദരലിക്ക് അറിയില്ലായിരുന്നു. കഥകളി എന്നാൽ കഥയെന്നും കളിയെന്നും മാത്രമേ അറിയുള്ളൂ. പിന്നീട് 1957 മെയ് മാസത്തിൽ ചേട്ടനും ഹൈദരലിയും ചേർന്ന് ഓട്ടുപാറയിൽ നിന്നും ചെറുതുരുത്തിക്ക് ബസ് കയറി. കാരണം ചെറുതുരുത്തിയിലാണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവിടേക്ക് ബസ് കയറി. അന്നത്തെ കാലത്ത് കരിപ്പാൽ, പിന്നെ TR നായർ എന്നിങ്ങനെ 2 ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവിടെ എത്തി. അവിടെ എത്തിയതിൽ വെച്ച് കാണാൻ ഒട്ടും ഭംഗിയില്ലാത്തത് ഹൈദരലിയെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇൻ്റർവ്യൂ ചെയ്യാനായി ഹൈദരലിയെ വിളിച്ചു. അഭിമുഖം നടത്താനായിട്ട് 4 പേർ ഉണ്ടായിരുന്നു. നല്ല ഉയരത്തിൽ, കണ്ടാൽ തന്നെ തൊഴാൻ തോന്നുന്ന തരത്തിലുള്ള ഒരാൾ. മറ്റൊരാൾക്ക് എന്തൊരു ചൈതന്യമാണ്. മൂന്നാമത്തെ ആൾക്ക് ഗൗരവഛായയാണ്. ഇനിയുള്ള ആൾക്ക് അധികം ഉയരമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഹൈദരലി അഭിമുഖം നടത്തുന്നവരെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഹൈദരലിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നീട് 2 പാട്ടുകൾ പാടിപ്പിച്ചു. അതിനുശേഷം ചേട്ടനോടെന്ന വണ്ണം വള്ളത്തോൾ ചോദിച്ചു, അഥവാ കുട്ടിയെ കലാമണ്ഡലത്തിൽ എടുത്താൽ നിങ്ങളുടെ സമുദായത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അപ്പോൾ പ്രശ്നം ഒന്നും ഉണ്ടാകില്ല എന്ന് ചേട്ടൻ വാക്കു നൽകി. ഹൈദരലിയുടെ അടുത്ത് പാട്ട് പാടാനും ചോദ്യങ്ങൾ ചോദിച്ചതുമെല്ലാം നീലകണ്ഠൻ ആശാനായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഹൈദരലിയെ അഭിമുഖം നടത്തിയിരുന്നത് മഹാകവി വള്ളത്തോൾ, മുകുന്ദരാജ, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കിളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു എന്ന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയെ കലാമണ്ഡലത്തിൽ എടുത്തു എന്ന് പറഞ്ഞ് കത്ത് വന്നു. അപ്പോഴാണ് ഒരു പ്രശ്നം. 2000 രൂപയ്ക്ക് ആൾജാമ്യം നിന്നാൽ മാത്രമേ കുട്ടിക്ക് കലാമണ്ഡലത്തിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ചേരാനുള്ള തുക തരുവാൻ ഹൈദരലിയുടെ കുടുംബത്തിൻ്റെ കൈവശം ഇല്ലായിരുന്നു. ഈ 2000 രൂപയുടെ ആൾജാമ്യം എന്തിനാണെന്നാൽ കലാമണ്ഡലത്തിൽ 8 വർഷത്തെ തുടർച്ചയായ പഠിപ്പ് വേണ്ടിവരും. അവിടെയാണെങ്കിൽ ചിട്ടയായ ജീവിതമാണ്.
എങ്ങനെയാണെന്നാൽ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം, 6 മണി വരെ സാധകം ചെയ്യണം, പിന്നീട് ദിനകൃത്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചിട്ടയായ ജീവിതമാണ്. ഈ 8 വർഷത്തിനിടയിൽ ഈ ചിട്ടയായ ജീവിതം ഉൾക്കൊള്ളാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് വെച്ചിട്ടാണ് ഈ 2000 രൂപയുടെ ആൾജാമ്യം വേണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഹൈദരലി മാത്രമായിരുന്നില്ല. ആ വർഷം 4 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ ഹൈദരലിയാണ്. പിന്നെ ശങ്കരൻ എമ്പ്രാന്തിരി, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, തിരൂർ നാരായണൻ നമ്പീശൻ, ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ 2000 രൂപയ്ക്ക് ചേട്ടൻ കുറേ അന്വേഷിച്ചു. സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉടമസ്ഥനോട് വരെ ചോദിച്ചു. പക്ഷേ അവരാരും തരാൻ തയ്യാറായില്ല. അങ്ങനെയിരിക്കെ ഈ കാര്യം അറിഞ്ഞുകൊണ്ടാണ് C.P. ആൻ്റണി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഹൈദരലിക്ക് 2000 രൂപയ്ക്ക് വേണ്ടി ആൾജാമ്യം നിന്നത്. അതിനുശേഷമാണ് കലാമണ്ഡലത്തിൽ ചേർന്നത്. പക്ഷേ ഈ തുക കിട്ടാൻ വൈകിയതുകൊണ്ട് കലാമണ്ഡലത്തിൽ ചേരാനും വൈകി. ജൂണിൽ ചേരേണ്ടതിനു പകരം ഓഗസ്റ്റിലാണ് ചേർന്നത്. അപ്പോഴേക്കും കൂടെയുള്ളവർ ഹൈദരലിയേക്കാൾ സീനിയറായി മാറി. അവർ സപ്തസ്വരങ്ങൾ പഠിച്ചു തുടങ്ങിയിരുന്നു, സരിഗമ പദനി. വൈകി വന്ന കുട്ടിയായതുകൊണ്ട് ഹൈദരലിയെ അധ്യാപകർക്ക് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. അധ്യാപകർ അങ്ങനെ ആയിരുന്നെങ്കിലും കുട്ടികൾ അങ്ങനെ ആയിരുന്നില്ല. മറ്റു 3 പേരും ഉയർന്ന ജാതിയിൽപ്പെട്ടവർ ആയിരുന്നു. പക്ഷേ ഹൈദരലി അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് ഇവർ മനഃപൂർവ്വം ഹൈദരലിയെ ഒഴിവാക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണെന്നാൽ ഹൈദരലി അവരുടെ അടുത്ത് വന്നിരിക്കുമ്പോഴേക്കും അവർ മാറിയിരിക്കുകയും കൂട്ടത്തിൽ കൂട്ടാതെ ഇരിക്കുകയും സംസാരിക്കാതിരിക്കുകയും അങ്ങനെ പലതരത്തിൽ. കാരണം അന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് ജാതി, മതം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മോശം ചിന്താഗതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ ആദ്യമൊക്കെ ഹൈദരലിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറി. കാരണം അധ്യാപകരുടെ പ്രിയ ശിഷ്യനായി മാറിയിരുന്നു ഹൈദരലി. അങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിലായി മാറി ഹൈദരലിക്ക്. നമ്പീശൻ ആശാനും ശിവരാമൻ ആശാനും ചേർന്നാണ് ഹൈദരലിയെ സംഗീതം പഠിപ്പിച്ചത്. പിന്നീട് പറയുന്നത് കലാമണ്ഡലത്തിലെ ജീവിത രീതികളെ കുറിച്ചാണ്. വെളുപ്പിന് 2:45 ബെല്ല് കേൾക്കും. 3 മണിക്ക് എഴുന്നേറ്റ് കളരിയിലെത്തണം. ഞങ്ങൾ സപസ ശീലിക്കും. സപ്തസ്വരം സാധകം ചെയ്യും. വേഷക്കാർ കണ്ണു സാധകം, കൊട്ടുകാർ വാദ്യത്തിൽ സാധകം. ഇങ്ങനെ സാധക സമയമാണിത്. നമ്പീശൻ ആശാനാണ് ആദ്യം വരിക. സപ്തസ്വരം കാലം മുറുകി വക്രസ്വരം ജണ്ടവരിശ സാധകം ചെയ്യും. 6 മണിവരെ തുടർച്ചയായ സാധകമാണ്. പിന്നെ ദിനകൃത്യങ്ങൾക്ക് ശേഷം ഭാരതപ്പുഴയിൽ കുളി. പിന്നീട് 8:30-ക്കുള്ള ക്ലാസ്സിൽ തോടയം, വന്ദന ശ്ലോകം എന്നിവ അഭ്യസിക്കും. ആദ്യ വർഷത്തെ പഠന പദ്ധതിയിൽ ഇതുമാത്രമേ വരുന്നുള്ളൂ. 2ാം കൊല്ലം പുറപ്പാട്, മേളപ്പദം, 3ാം കൊല്ലം കിർമീരവധം, ഇത്രയുമാണുള്ളത്. പിന്നീട് പറയുന്നത് നമ്പീശൻ ആശാന്റെയും ശിവരാമൻ ആശാന്റെയും ആലാപന വഴിക്കും അഭ്യസന വഴിക്കും ഉണ്ടായിരുന്ന വ്യത്യസ്തതയെക്കുറിച്ചാണ്. അവരുടെ സ്വഭാവത്തിലും അത് പ്രകടമായിരുന്നു. നമ്പീശൻ ആശാൻ കസേരയിലിരുന്നാണ് പഠിപ്പിക്കുക. ശിവരാമൻ ആശാൻ കുന്തിച്ചിരുന്നു മുട്ടുകൊണ്ട് താളം പിടിച്ചു. അക്ഷരം പറയേണ്ട കാര്യത്തിൽ നമ്പീശൻ ആശാനാണ് നിഷ്കർഷ. ശിവരാമൻ ആശാന് അത്ര തന്നെയില്ല. അതിനാൽ പേടി അല്പം കുറവായിരുന്നു. ശിവരാമൻ ആശാൻ നല്ല പിച്ചലും പൂശയുമാണ്. ചെവി പിടിക്കും, തുടയിൽ നുള്ളും. എന്നാലും അവർക്ക് 2ആൾക്കും എന്നെ വലിയ കാര്യമായിരുന്നു. കാരണം പാട്ട് വേഗം പിക്കപ്പ് ചെയ്യുന്നത് ഞാനായിരുന്നു. പിന്നെ ശിവരാമൻ ആശാന് മാനുഷിക പരിഗണന കൂടുതലാണ്. കാരണം എന്താണെന്നാൽ ഒരു വെക്കേഷനിൽ ഹൈദരലി നാട്ടിൽ പോകാതെ കലാമണ്ഡലത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ശിവരാമൻ ആശാൻ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു.
അപ്പോൾ കാശില്ലാത്തതുകൊണ്ടാണ് പോകാത്തത് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ കാശ് നൽകി നാട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മാനുഷിക പരിഗണന ഉള്ള ഒരാളായിട്ടാണ് ശിവരാമൻ ആശാനെ ഇവിടെ പറയുന്നത്. പിന്നെ നമ്പീശൻ ആശാൻ എന്തെങ്കിലും ആവശ്യത്തിനായി ഓഫീസിൽ പോകുമ്പോൾ ക്ലാസ് ഹൈദരലിയെ ഏൽപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. ഹൈദരെ പാടിക്കൊടുക്ക്, ഇങ്ങനെയാണ് പറയാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത്.